ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഇന്ന് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ഷവർമ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ചിക്കൻ ഷവർമ എങ്ങനെ വീട്ടിൽ സിമ്പിളായിട്ട് റെഡിയാക്കാം എന്നതാണ് ഞാനിവിടെ പറയുന്നത്. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി ഞാനൊരു 300 ഗ്രാം ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലോട് കൂടിയുള്ള ചിക്കൻ ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ഫ്രൈ ചെയ്ത് എന്തായാലും ഫില്ലിങ്സിലേക്ക് ചേർക്കുമ്പോൾ ഫ്രൈ ചെയ്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ഫില്ലിങ്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നാലും മാംസം കൂടുതലുള്ള പീസ് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് അതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡാക്കി കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. കൂടെ ഒരു ബെല്ലൈക്കണും കാണും, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനിയുള്ള വീഡിയോസും വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ പീസ് ചിക്കനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് ഷവർമയുടെ ഫില്ലിങ്സിലേക്ക് കുറച്ച് വെജീസ് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിനുവേണ്ടി എടുത്തു വെച്ചിട്ടുള്ള വെജീസ് ഇതൊക്കെയാണ്. ഒരു 1/4 കപ്പ് ക്യാബേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ കുക്കമ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റ്, പിന്നെ വലിയ തക്കാളി ആണെങ്കിൽ ഹാഫ് എടുത്താൽ മതിയാവും. ചെറുതാണെങ്കിൽ ഒരെണ്ണമായിട്ട് ഫുള്ളായിട്ട് എടുക്കാം. അതേപോലെ തന്നെ ഒരു 2-3 തണ്ട് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഷവർമയുടെ ഫില്ലിങ്സിനായിട്ട് വെച്ചിട്ടുള്ള വെജീസുകൾ. ഈ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ ഫുള്ളായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ചിക്കനിലുള്ള എല്ലാം നമുക്ക് മാറ്റിയിട്ട് മാംസം മാത്രം എടുത്ത് വെക്കാം. പിന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കമ്പറാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുക്കമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി, ക്യാബേജുമാണ്. ക്യാബേജും ഞാൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ആഡാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് വെജീസിന് മാത്രം വേണ്ടിയിട്ട് കുറച്ച് സാൾട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഷവർമയിലേക്കുള്ള ഫില്ലിങ്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുബൂസാണ്. കുബൂസ് ഞാനിവിടെ ഇൻസ്റ്റൻ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ള കുബൂസാണ്. അതല്ല കുബൂസിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കുബൂസിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്യാം. ഞാനിവിടെ 6 കുബൂസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഫില്ലിങ്സാണ്, അത്രയും അളവിലുള്ള ഫില്ലിങ്സാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിവിടെ വേണ്ടത് മയോണൈസാണ്. മയോണൈസിൻ്റെ റെസിപ്പി ഞാനിതുപോലെ തന്നെ ചെയ്തിട്ടില്ല. ഞാനിവിടെ മയോണൈസ് റെഡിയാക്കിയിട്ടുള്ളത് എഗ്ഗും ഓയിലും വെച്ചിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ എഗ്ഗ് 3-4 വെളുത്തുള്ളി, 3-4 കുരുമുളക്, 1-2 സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ആവശ്യാനുസരണം ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് മയോണൈസ് നന്നായിട്ട് സ്റ്റിഫ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ മയണൈസ് റെഡിയാവും. ഇനി കുബൂസിലേക്ക് 1 സ്പൂണ് മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മയണൈസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് ടൊമാറ്റോ സോസും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുബൂസ് റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഫില്ലിങ്സ് മുഴുവനും പുറത്തേക്ക് തന്നെയായിട്ട് നിൽക്കും. അപ്പം അതിനനുസരിച്ചിട്ട് ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നിന് കുബൂസ് ഒന്ന് റാപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബട്ടർ പേപ്പർ എടുത്തിട്ട് ബട്ടർ പേപ്പറോട് കൂടി തന്നെ റാപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഷവർമയുടെ 2 സൈഡും ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ഷവർമയും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കുബൂസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് 1-2 ടീസ്പൂൺ നമുക്ക് ആവശ്യത്തിന് മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ടൊമാറ്റോ സോസും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3-4 ടീസ്പൂൺ സ്പൂണിൻ്റെ കണക്കനുസരിച്ചിട്ട് ഫില്ലിങ്സ് ഷവർമയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഷവർമ ഒന്ന് റോൾ ചെയ്യുക. അതിന് ശേഷം നമുക്കൊരു ബട്ടർ പേപ്പർ എടുത്തിട്ട് വീണ്ടും ഒന്ന് കവർ ചെയ്ത് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് 2 എൻഡ് സൈഡും ഫില്ലിങ്സ് പോവാത്ത രീതിയിൽ ബട്ടർ പേപ്പർ കൊണ്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ അടിപൊളി എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ഷവർമ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഉടൻ തന്നെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ.